നമസ്കാരം. സൗഖ്യത്തിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. രോഗനിർണയം നടക്കുന്നത് രോഗിയുടെ ശരീരത്തിലാണ്. എന്നാൽ രോഗനിയന്ത്രണം തുടങ്ങുന്നത് ഒരു ഡോക്ടറുടെ പേനത്തുമ്പിലാണ്. ഇവിടെയാണ് മരുന്നുകൾ കടന്നു വരുന്നത്. കേരളം രോഗത്തെ നിയന്ത്രിക്കുന്നതിൽ, രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ, ചികിത്സിക്കുന്നതിലൊക്കെ ലോകത്തിന് മുന്നിൽ തന്നെ മുഖ്യസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മറ്റസുഖങ്ങൾ, ഇവയ്ക്ക് വേണ്ടി മരുന്നിന് ചെലവഴിക്കുന്ന ഭീമമായ തുക, ഇത് ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെയാണ് ബഡ്ജറ്റ് ഫാർമ രംഗപ്രവേശം ചെയ്യുന്നത്. ഇന്ന് സൗഖ്യം ചർച്ച ചെയ്യുന്നതും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതും ബഡ്ജറ്റ് ഫാർമ എന്ന ഒരു പുതിയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അത്രയ്ക്ക് പുതിയതല്ല. 7 വർഷത്തോളമായി അതിൻ്റെ അമരക്കാരൻ, അതിൻ്റെ ചെയർമാൻ, ഒപ്പം ദോഹയിൽ ദീർഘകാലമായി പ്രാക്ടീസ് ചെയ്യുന്ന പീഡിയാട്രീഷ്യനാണ് ഡോക്ടർ സാദത്ത് അലിയെ സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം സൗഖ്യത്തിലേക്ക്. താങ്ക് യു. ഡോക്ടർ, മരുന്നുകൾ ഒരു ഡോക്ടറുടെ പ്രാക്ടീസിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ്. എന്നാൽ പണ്ടും ഇന്നും നാളെയും പറയുന്നൊരു കാര്യമാണ്, എന്തൊരു വിലയാണ് ഈ മരുന്നുകൾക്കൊക്കെ. ആ ഒരു പോയിന്റിലാണോ ആക്ച്വലി അങ്ങേക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത വന്നത്? ഈ ചിന്ത വരാൻ ശരിക്കുമുള്ള കാരണം അമീർ ഖാൻ്റെ പാനി ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അങ്ങേർക്ക്. അതിൻ്റെ അകത്ത് അങ്ങേര് സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് ഒരുപാട് സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അയാൾ കുറേ സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സീരീസ് ആയിരുന്നു ജനറിക് മെഡിസിനെ പറ്റിയിട്ടും മരുന്നിൻ്റെ കോസ്റ്റിനെ പറ്റിയിട്ടും ഉള്ള ഒരു സീരീസ്. അത് വളരെ ടച്ചിങ് ആയിരുന്നു. ഞങ്ങൾ പ്രേക്ഷകരോട് ഈ ജനറിക് മെഡിസിൻസ് എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. ജനറിക് മെഡിസിൻസ് അല്ലെ ബ്രാൻഡഡ് മെഡിസിൻസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിന് എക്സ്പെൻസ് ഉണ്ട്. അത് ബ്രാൻഡ് ചെയ്യാൻ എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഏറ്റവും ചെറിയ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം പലപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് വാങ്ങിച്ചാൽ അതിൽ കാണാം മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് കാണാം, അല്ലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണാം. അപ്പം ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അമേരിക്കൻ കമ്പനി വാങ്ങിച്ചിട്ട് അവർ ഇൻ്റർനാഷണൽ മോഡൽസിനെയൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്ത് വരുമ്പം ആ പ്രൊഡക്റ്റിൻ്റെ 8-10 ഇരട്ടി കൊടുത്തിട്ടാണ് നമ്മളൊക്കെ അത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത്. ബ്രാൻഡ് വാല്യൂ ആണ്. അതേ കൂട്ട് എന്ത് പ്രൊഡക്റ്റും ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ അതിന് എക്സ്പെൻസ് കൂടും. അതിന് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് കൂടും. ഈ എക്സ്പെൻസൊക്കെ എൻഡ് ഓഫ് ദ ഡേ ആരെങ്കിലും വഹിച്ചേ പറ്റുള്ളൂ. കമ്പനിക്ക് വഹിക്കാൻ പറ്റില്ല, ബ്രാൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് എൻഡ് ഓഫ് ദി ഡേ എൻഡ് യൂസർ തന്നെ വഹിക്കേണ്ടി വരും. ഓക്കെ, അതായത് അപ്പോൾ രോഗി അതിൻ്റെയും കൂടെ വില കൊടുക്കേണ്ടി വരും. ഡോക്ടർ, മരുന്നുകൾ എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ. ആക്ച്വലി ഈ മരുന്നുകൾ വാങ്ങിക്കുന്ന രോഗി ഈ അടുത്ത കാലത്തൊക്കെ ആയപ്പോഴേക്കും ഉപഭോക്താവായി കഴിഞ്ഞു. കാരണം രോഗി തീരുമാനിക്കുകയാണ്, ഇവിടെ ഇത്ര പെർസെൻറ്റേജ് മരുന്ന് കുറവുണ്ട്, ഇവിടെ ഇത്ര പെർസെൻറ്റേജ് വിലക്കുറവുണ്ട്. ഇത് എന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ അഭാവമാണോ? ബഡ്ജറ്റ് ഫാർമ കെയർ 2017 നമ്മൾ തുടങ്ങുന്നത്. ഈ പറഞ്ഞ കൂട്ട് നമ്മൾ എല്ലാ പ്രവാസികളും നമ്മൾ കുറേ കാലം പുറത്ത് നിൽക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടാവും, തിരിച്ചു വന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം, നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നമുക്കും കൂടെ ഗുണമുള്ള എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് നാച്ചുറലി എൻ്റെ കൊളീഗ്സും ഫ്രണ്ട്സൊക്കെ ഡോക്ടേഴ്സായിട്ടുള്ള ആൾക്കാരായിരിക്കും, നമ്മളൊന്നിച്ച് പഠിച്ച ആൾക്കാർ, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ പലതും ആലോചിച്ച് അവസാനം ഈ പറഞ്ഞ പോലെ അമീർ ഖാൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ഈ ഐഡിയ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ യങ്സ്റ്റേഴ്സായിട്ടും എനർജറ്റിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട് നാട്ടിൽ. അംസക്കുണ്ട്, അൻസൽ മൊയ്തു എന്ന് പറയുന്ന ആളുണ്ട്,
ജിനാദ് ഉണ്ട്, ഗജേഷ് ഉണ്ട്, ഇപ്പോൾ ഒരുപാട് സ്റ്റാഫുണ്ട് നമുക്ക്. ഇവരൊക്കെ പാർട്ട്നേഴ്സാണ്. ഇവരൊക്കെ വളരെ ഏകദേശം 19 ഔട്ട്ലെറ്റ്സോളം വന്നു. നമ്മൾ 2017 2 ഔട്ട്ലെറ്റ് തുടങ്ങിയതാണ്. ആ 2 ഔട്ട്ലെറ്റ് വയബിൾ ആക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കേണ്ടി വന്നത്. കാരണം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് സെക്ടറിൽ ഇതൊരു പുതിയൊരു കൺസെപ്റ്റായിരുന്നു, പുതിയൊരു ഐഡിയ ആയിരുന്നു. അവർക്കത് മനസ്സിലാകുന്നില്ലായിരുന്നു. അത് ഒരു കൊല്ലം എടുത്ത് ആൾക്കാർക്കത് മനസ്സിലാവാൻ ഏകദേശം. ഡോക്ടർ, മരുന്നുകളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർ ദി ഇയേഴ്സ്, കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലത്ത് മരുന്നുകളുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. അത് അനാവശ്യമായി ഒരു രോഗിയെ ഭരമേൽപ്പിക്കുന്ന ഒരു അമിതഭാരമാണോ, അതോ രോഗനിർണയം കൂടുതലായിട്ട് നടക്കുന്നത് കൊണ്ടാണോ, അതോ കോൺഷ്യസ് ആയിട്ട് പോയി വാങ്ങിക്കുന്ന രോഗികളുടെ എണ്ണം കൂടുന്നതാണോ? എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ചുരുക്കത്തിൽ പറഞ്ഞാൽ ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ട്, അൺഡൗട്ട്ഫുള്ളി. ഓക്കെ, ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ട്. ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂടാനുള്ള നമ്പർ 1 റീസൺ മോഡേൺ മെഡിസിൻസ് ആണ്. ഈ പറയുന്ന രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, ഡയബറ്റിസ്, പ്രമേഹം, അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം, കൊളസ്ട്രോൾ പ്രോബ്ലം, ഇതൊക്കെ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേയും ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ പ്രോബ്ലംസൊക്കെ നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ തലമുറക്കും ഇതുണ്ടായിരുന്നു. 1000 കൊല്ലം മുമ്പേ ജീവിച്ച ആൾക്കാർക്കുണ്ടായിരുന്നു, 100 കൊല്ലം മുമ്പേ ജീവിച്ച ആൾക്കാർക്കുണ്ടായിരുന്നു, നമുക്കും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇത് ഇപ്പം നേരത്തെ കണ്ടുപിടിക്കപ്പെടുകയും ചെക്ക് ചെയ്യുകയും അതിന് നേരത്തെ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്പാൻ കൂടുന്നത്. ഇപ്പോൾ ആൾക്കാർ 70 വയസ്സ് 80 വയസ്സ് വരെയൊക്കെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നത് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും അതിന് വേണ്ട മരുന്നുകൾ പ്രതിവിധി നേരത്തെ തന്നെ എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് പിന്നെ നമ്മൾ ഡിലേ ചെയ്യാൻ അല്ലെങ്കിൽ തടയുകയാണ്. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫാർമ കെയറിലേക്ക് വരുമ്പോൾ എത്ര % ഡിസ്കൗണ്ടാണ് മരുന്നുകൾക്ക് കൊടുക്കുന്നത്? ബഡ്ജറ്റ് ഫാർമ കെയറിൽ മിനിമം എല്ലാ മെഡിസിൻസിനും 16% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് 16% മിനിമം ഡിസ്കൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ കുറേ മെഡിസിൻ പാറ്റൻറ്റഡ് മെഡിസിൻസ് ഉണ്ട്. ഒരു പുതിയ മോളിക്യൂൾ ഡോക്ടർക്ക് അറിയാമായിരിക്കുമല്ലോ, ഒരു പുതിയ മോളിക്യൂൾ ഒരു കമ്പനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക്, അതും കുറേ കാലത്തേക്ക്, ചിലപ്പോൾ നമ്മൾ കണ്ടില്ലേ മസ്കുലർ ഡിസ്ട്രോഫിക്കുള്ള മരുന്ന് 16 കോടി വേണം, അതിനുവേണ്ടി ആൾക്കാർ പിരിവെടുക്കുന്നതൊക്കെ കാണുന്നില്ല. അപ്പോൾ ആ പാറ്റൻറ്റഡ് മെഡിസിന് അതേ കമ്പനീൻ്റെ അതേ മെഡിസിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ മെഡിസിനാണ് നമ്മൾ 16% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ബാക്കി എല്ലാ മെഡിസിനും നിങ്ങൾ കമ്പയർ ചെയ്താൽ സാധാരണ സൊസൈറ്റിയിൽ യൂസ് ചെയ്യപ്പെടുന്ന കോമൺ ബ്രാൻഡ്സിൻ്റെ 1/3 വിലയെ ഈവൻ പാരസെറ്റമോൾ മുതൽ തുടങ്ങിയ എല്ലാം വരുള്ളൂ. ഞാൻ 2-3 മെഡിസിൻസിൻ്റെ ഉദാഹരണം ഡോക്ടർക്ക് പറഞ്ഞുതരാം ഇപ്പം. ഓക്കെ, ഒരു മെഡിസിൻ ടെൽമിസാർട്ടൻ BP-ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ബ്ലഡ് പ്രഷറിന് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനാണ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൈസ് അതിന് 76 രൂപയാണ് 10 ടാബ്ലറ്റിന്. ഓക്കെ, നിങ്ങൾ ബഡ്ജറ്റിൽ വന്നു കഴിഞ്ഞാൽ അതേ ടെൽമിസാർട്ടൻ 40 mg നിങ്ങൾക്ക് 28 രൂപയ്ക്ക് കിട്ടും 10 ടാബ്ലറ്റ്. ഓൾമോസ്റ്റ് 3/1 ചിലത് 3/1 കുറവ് വരും. ഓക്കെ, അതേപോലെ ഇമാറ്റിബ് 400 mg അതൊരു ക്യാൻസർ ഡ്രഗാണ്. ഓക്കെ, അതിൻ്റെ പുറത്തുള്ള പ്രൈസ് 1906 1906 രൂപയാണ് 10 ടാബ്ലറ്റ്. ഓക്കെ, അത് ബഡ്ജറ്റ് ഫാമിൽ വന്നാൽ നിങ്ങൾക്ക് 420 രൂപക്ക് കിട്ടും 10 ടാബ്ലറ്റ്. ഓക്കെ, അതേപോലെ ടാക്രോലിമസ് ഈ അവയവ മാറ്റമൊക്കെ ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റൊക്കെ ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നാണ്. ഓക്കെ, അത് 3 സ്ട്രെങ്ത്തിൽ വരുന്നുണ്ട്, 0.5, 1, 2 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ 1 mg പ്രൈസ് മാത്രം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ബ്രാൻഡിൻ്റെ പ്രൈസ് 455 10 ടാബ്ലറ്റിന് ടാക്രോലിമസിൻ്റെ. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന പ്രൈസ് അത് 10 ടാബ്ലറ്റിന് 140 രൂപയാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് പാറ്റൻറ്റഡ് അല്ലാത്ത മെഡിസിൻസിന് എല്ലാത്തിനും ഉണ്ടാവും. അത് വെറും പ്രൈസ് ഡിഫറൻസ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ഡയബറ്റിക് മെഡിസിൻസ്, ഹൈപ്പർ ടെൻഷൻ മെഡിസിൻ എല്ലാത്തിനും ഉണ്ടാവും. പ്രൈസ് ഡിഫറൻസ് മാത്രമല്ല നമ്മൾ ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ 100% ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബഡ്ജറ്റ് ഫാമിൽ. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനാണെങ്കിലും ചിന്തിക്കും, കുറേ ചാത്തൻ മരുന്നുകൾ എടുത്തിട്ട് നമുക്ക് ഇത്രയും രൂപയ്ക്ക് വില കുറച്ച് വിറ്റുകൂടെ. അതെങ്ങനെയാണ് അഷ്വർ ചെയ്യുന്നത്? അത് നമ്മൾ ഡോക്ടേഴ്സും നമ്മുടെ സീനിയർ ഫാർമസിസ്റ്റൊക്കെ ഇൻവോൾവ് ആണ് മരുന്ന് സെലക്ട് ചെയ്യുന്നതിൽ. പിന്നെ ഈ നമ്മൾ തന്നെയും പൈസ കൊടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്യിക്കുന്നുണ്ട് മരുന്നുകൾ. റാൻഡമായിട്ട് നമ്മൾ മെഡിസിൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും മെഡിസിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സൊക്കെ അവർ വളരെ കോപ്പറേറ്റീവാണ്. അവരെ ജോലിയുടെ ഭാഗമാണത്. അവർ ചെക്ക് ചെയ്ത് തരും.
അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ക്വാളിറ്റി ചെക്കിങ് നടത്തുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ. നമ്മൾ കേൾക്കാത്ത ബഡ്ജറ്റ് ഫാർമക്കെയറിൽ എടുക്കുള്ളൂ. നമ്മുടെ അടുത്തുള്ള മെഡിസിൻസൊക്കെ ജനറിക് മെഡിസിൻസൊക്കെ വളരെ റെപ്യൂട്ടഡ് കമ്പനീൻ്റെ ജനറിക് മെഡിസിൻസ്. ഫോർ എക്സാമ്പിൾ സിപ്ല, ആബട്ട്, റെഡ്ഡീസ്, അജന്ത, സ്റ്റെറിസ്, ഡാക്സിയ, അങ്ങനെ വളരെ നല്ല കമ്പനികളുടെ ജനറിക് മെഡിസിൻസാണ് നമ്മൾ വെക്കുന്നത്. അല്ലാതെ നമ്മൾ എന്താ ചാത്തൻ നമ്മളെടുത്തില്ല. ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്തമാണ് ജനങ്ങൾക്ക് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ പല പേരിൽ ഇത്തരത്തിലുള്ള മരുന്ന് ഷോപ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. ഈ ഗവൺമെൻറ് മരുന്ന് ഷോപ്പുകളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത്? വിലക്കുറവ് കൂടുതലാണോ, അതോ അവൈലബിലിറ്റി കൂടുതലാണോ, അതോ ക്വാളിറ്റി കുറച്ചും കൂടെ മെച്ചമാണോ? നമ്മളിപ്പോൾ വേറെ ഒരു സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളെപ്പറ്റി പറയാനുള്ളത് അത്ര ഒരു നല്ലത് പ്രവണതയല്ല. നമ്മളത് പറയാൻ ഇതുവരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബഡ്ജറ്റ് ഫാമ തുടങ്ങി ഇതുവരെ നമ്മൾ അവരെക്കാണ് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവരെക്കാണ് മോശമാണ്, അങ്ങനെ നമ്മൾ പറയില്ല. ഇപ്പോൾ ഒരേ സ്ഥലത്ത് ബഡ്ജറ്റ് ഫാമ കെയറും ഉണ്ട്, ഗവൺമെൻറ് ഒരു സെൻറ്ററും ഉണ്ട്. അപ്പോൾ ഈ 19 സ്ഥലത്തും വന്ന സ്ഥലങ്ങളിലെല്ലാം ഇതും ഉണ്ടാവുമല്ലോ. സ്റ്റിൽ ബഡ്ജറ്റ് ഫാമ കെയർ വീണ്ടും ഗ്രോ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വിജയരഹസ്യം ഉണ്ടാവണ്ടേ? അതാണ് ബഡ്ജറ്റിൽ നടക്കുന്നത്. ഞാൻ പറയാം, ബഡ്ജറ്റിൽ ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞ പോലെ നല്ല റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ ജനറിക് മെഡിസിൻസ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. ഓക്കെ, ഈ നല്ല റെപ്യൂട്ടഡ് കമ്പനീസിൻ്റെ ജനറിക് മെഡിസിൻ നമ്മൾ വാങ്ങിച്ചു വെക്കുമ്പോൾ അതിൻ്റെ MRP സാധാരണ ആ കമ്പനീസ് ഫിക്സ് ചെയ്യുന്ന MRP ആ മാർക്കറ്റിൽ ഇപ്പം നടക്കുന്ന കോമൺ ആയിട്ട് നടക്കുന്ന ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ബ്രാൻഡഡ് മെഡിസിൻ്റെ അതേ MRP ആയിരിക്കും അതുമ്മിലുണ്ടാവുക, ആ സ്ട്രിപ്പിലുണ്ടാവുക. ഓക്കെ, അതേ MRP ആയിരിക്കും. അപ്പോൾ അത് ആ വിലക്ക് വിറ്റാൽ അതിന് വലിയ ഹ്യൂജ് ലാഭം കിട്ടും. അതേ വിലക്ക് വിറ്റാണ്. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ മരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മാന്യമായ രീതിയിൽ പറഞ്ഞാൽ ഈ മരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും നമ്മൾ ഈ മരുന്ന് വിൽക്കുമ്പോൾ ആർക്കെങ്കിലും കമ്മീഷൻ കിട്ടുകയോ അല്ലെങ്കിൽ ഇടനിലക്കാരുണ്ടാവുകയോ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നു, ജനങ്ങൾക്ക് വിൽക്കുന്നു. ഓക്കെ, അതാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഹ്യൂജ് മാർജിൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങൾക്ക് അത് വലിയ സബ്സിഡൈസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കുന്ന ഭാഷ. 16 മുതൽ 70% വരെ ഡിസ്കൗണ്ട് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ പല മെഡിസിൻസും 70% മേലെയൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പക്ഷേ 70% മേലെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. മനസ്സിലായി? ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് മാന്യമായൊരു ലാഭം കിട്ടുന്നുണ്ട്. നമുക്ക് മാന്യമായ ലാഭം കിട്ടുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് വൃത്തിയായ റിട്ടേൺ കൊടുക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ റെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്കുണ്ട്. നമുക്ക് വേറെ സർക്കാർ എയ്ഡോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ എയ്ഡോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ നമ്മളതായ രീതിയിലാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ ദൈവം സഹായിച്ച് നമുക്ക് ഗ്രോ ചെയ്യാനും പറ്റുന്നുണ്ട്, നമുക്ക് ആൾക്കാർക്ക് ഇത് കൊടുക്കാനും പറ്റുന്നുണ്ട്. ഡോക്ടർ, ഇത്രയും മരുന്നിൻ്റെ വില കുറയുന്നു എന്ന് പറയുന്നു, ഇത് സോഷ്യലി എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇത് കഥയല്ല, അനുഭവമാണ്. ഞാൻ കണ്ട പേഷ്യൻ്റാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ സ്റ്റോറ് നടക്കാവ് തുടങ്ങിയപ്പോൾ 2017 ഒരു ചേച്ചി നമ്മുടെ അടുത്ത് മെഡിസിൻ വാങ്ങിക്കാൻ വന്നു. ഓക്കെ, അവർക്ക് ഡോക്ടർക്ക് അറിയാം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നുള്ള അസുഖമാണ്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ പൊതുവേ ആ ഡിസീസ് മോഡിഫൈയിങ് ഡ്രഗ്സ് അതിനൊക്കെ കുറച്ച് വില കൂടുതലുള്ള മെഡിസിൻസാണ്. ഓക്കെ, അവർ ജോലി ചെയ്യുന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ തുണി മുറിച്ച് കൊടുക്കുന്ന ജോലിയായിരുന്നു. ഞാൻ 2017 കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് അവരെന്ത് സാലറി എന്തോ അറിയില്ല. അന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 12,000 രൂപയാണ്. ഓക്കെ, ഈ 12,000 രൂപയിൽ അന്ന് അവർ 4,000 രൂപ മെഡിസിന് വേണ്ടി സ്പെയർ ചെയ്യണം. അപ്പോൾ നമ്മളിത് ബഡ്ജറ്റ് ഫാമ കെയർ ആദ്യത്തെ സ്റ്റോർ നടക്കാതെ തുടങ്ങിയപ്പോൾ അവർ ബൈ ചാൻസിന് നമ്മൾ സ്റ്റോറിൽ കയറി, ഉണ്ടായ സംഭവമാണ്, ബൈ ചാൻസിന് നമ്മൾ സ്റ്റോറിൽ കയറി വന്നതാണ്. അപ്പോൾ അവർ ബില്ല് ചെയ്തപ്പോൾ അവർക്ക് 1,350 രൂപ ബില്ലായി ഒരു മാസത്തേക്ക്. അപ്പോൾ അവർ ശരിക്കും സ്റ്റക്കായിപ്പോയി. അപ്പോൾ അവർ പറഞ്ഞ് ഇത് തെറ്റാണോ, എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇത് തെറ്റാണോ? കാരണം അതുവരെയും എല്ലാ മാസവും അതായത് അവരെ 4,000 നിങ്ങളെ 4,000 അല്ല, മനസ്സിലായില്ലേ? എൻ്റെ 4,000 അല്ല. നമ്മൾ സത്യം ആക്സെപ്റ്റ് ചെയ്യണം. 12,000 രൂപ സാലറി കിട്ടുന്ന ഒരാളെ 4,000 എന്ന് വെച്ചാൽ വലിയ 4,000 ആണ്. ഓക്കെ, അപ്പോൾ ആകെ കിട്ടുന്ന ദാറ്റ് ഈസ് ദ ഓൺലി ഇൻകം. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് 1,350 കുറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാഡ് പാർട്ട് എന്താണെന്നറിയാം നിങ്ങൾക്ക്? അതിൻ്റെ സാഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കസ്റ്റമേഴ്സിലെ ഹ്യൂജ് ചങ്ക് ഓഫ് അവർ കസ്റ്റമേഴ്സ്
ഓക്കെ, എഡ്യൂക്കേറ്റഡ് ആൾക്കാരും വെൽ പെയ്ഡ് ആൾക്കാരുമാണ്. ഓക്കെ, അവർക്കിതിനെപ്പറ്റി അറിയാം, അവർക്കിതിനെപ്പറ്റി നല്ലോണം അറിയാവുന്നതുകൊണ്ട് പൈസ ഇല്ലാത്ത ആൾക്കാരെക്കാണ് അവർ നല്ല തന്നെ, അവർ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്ന വളരെ നല്ല കാര്യം തന്നെ, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മൾ കണ്ട ഒരു ക്രൗഡുണ്ട്, ആൾക്കാരുണ്ട് നമ്മളടുത്ത് വരണം, നമ്മൾ ആഗ്രഹിച്ച ആൾക്കാർ, അതിൽപ്പെട്ട ആൾക്കാർ പലരും ഇതുവരെ നമ്മളടുത്ത് എത്തിപ്പെടുന്നില്ല. ടാർഗറ്റ് ഗ്രൂപ്പ് എത്തിയിട്ടില്ല. ടാർഗറ്റ് ഗ്രൂപ്പ് ഇതുവരെ, സത്യമാണ് പറയുന്നത്, ടാർഗറ്റ് ഗ്രൂപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തുന്നുണ്ട്, ഇല്ലയെന്നല്ല, പലരും എത്തിയിട്ടില്ല. അവരിപ്പോഴും പിന്നെ അത് തന്നെ വാങ്ങിക്കണം. അവർ പൊതുവേ എഡ്യൂക്കേഷൻ കുറവായിരിക്കും, പിന്നെ എന്തോ വാട്ട് എവർ റീസൺ ഓക്കെ എത്തിയിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ വരുന്നത് നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ്, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെടുത്തുണ്ട്. നമ്മൾ തന്നെയും നമ്മളെ വീട്ടിലേക്കുള്ള മെഡിസിൻ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ തന്നെയും ബി പിക്ക് മെഡിസിൻ കഴിക്കുന്ന ആളാണ്, ഞാൻ വാങ്ങിക്കലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, നമുക്കിത് കൂടുതൽ ആൾക്കാർക്ക്, എസ്പെഷ്യലി നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എത്തിക്കണമെന്നുണ്ട് നമുക്ക്. ഓക്കെ, ഈ ചേച്ചിയെ കൊണ്ട് പറഞ്ഞ പോലെ നിശ്ചിത മാസ വരുമാനത്തിൽ വലിയ പൈസ മെഡിസിന് വേണ്ടി സ്പെയർ ചെയ്യുന്ന ആൾക്കാരെ അതിൽ നിന്ന് ആ ബേർഡൻ കുറച്ചെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റിയാൽ ഓക്കെ, വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്, വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ് ആക്ച്വലി. ഇപ്പോൾ ബീയിങ് എ ഡോക്ടർ, ഡോക്ടറുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സെയിം ബ്രാൻഡ്, സെയിം സാധനം. വെരി വാലിഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ അല്ലേ? കറക്റ്റ് അല്ലേ? ഡോക്ടർ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു. കാരണം നമ്മളൊക്കെ നിർബന്ധം പിടിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പം ഞാൻ എഴുതിയ മരുന്ന് അതേ സാധനം തന്നെ എൻ്റെ പേഷ്യൻ്റ് എത്തണമെന്നും എത്രയും പെട്ടെന്ന് അസുഖം മാറണമെന്നും ചിന്തിക്കും. വെരി വെരി അതിനെ നിങ്ങൾ മാറ്റിമറിക്കുന്നുണ്ടോ ബഡ്ജറ്റ് ഫാമൊക്കെ? ഉണ്ട് 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 ഉണ്ട്. അത് ഡോക്ടർ ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിന് ഞാൻ 100% സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ ഡോക്ടറെ അടുത്ത് വരുന്നത്. ഓക്കെ, എനിക്ക് തലവേദനയാണ്. ഓക്കെ, സാധാരണ നമ്മൾ ബ്രാൻഡ് നെയിം പറയലില്ല. ഓക്കെ, ഇപ്പം ഡോക്ടർ എനിക്ക് എഴുതി ഡോളോ 650 3 times a day for 2 days എഴുതി. ഓക്കെ, ഞാൻ ഫാർമസി പോകുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, കഴിക്കുന്നത്, മാറുന്നു. അതാണ് എൻ്റെ അസുഖം മാറുന്നത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ജനറിക് മെഡിസിൻസിനെ പറ്റി ഡോക്ടർ ഇനി ഭയങ്കര എത്തിക്കലി സ്ട്രോങ് ആണ്, ഭയങ്കര പ്രിൻസിപ്പിൾസ് ഉള്ള ആളാണ്, ആ ഒരു ബ്രാൻഡും പ്രൊമോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഡോക്ടർ പാരസെറ്റമോൾ എന്ന് മാത്രമേ എഴുതുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഒരു ഡോക്ടറാണ് ഡോക്ടർ എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ പാരസെറ്റമോൾ എന്ന് മാത്രം എഴുതി, പാരസെറ്റമോൾ 650 mg 3 times a day for 2 days എഴുതി. എന്നിട്ട് ഞാൻ പേഷ്യൻ്റ് ഫാർമസിയിൽ പോയി. അപ്പോൾ എനിക്ക് ഏത് പാരസെറ്റമോൾ തരണമെന്ന് പിന്നെ ആരാ തീരുമാനിക്കുന്നത്? ഫാർമസിസ്റ്റാണ് തീരുമാനിക്കുന്നത്. ഫാർമസിസ്റ്റ് അല്ലാത്ത സെയിൽസ് പേഴ്സൺ അല്ല കടയുടമയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറലി അവർക്ക് ഏറ്റവും കൂടുതൽ മാർജിൻ കിട്ടുന്ന സാധനമായിരിക്കും എനിക്ക് തരിക. ഓക്കെ, ഉറപ്പായിട്ട് അങ്ങനെയാണ്. 90% അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ അസുഖം മാറിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി, എനിക്ക് എൻ്റെ തലവേദന മാറിയില്ല, ഞാൻ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് മടങ്ങിപ്പോൾ നിങ്ങളുടെ അടുത്ത് മടങ്ങി വരുമോ? നിങ്ങളുടെ അടുത്ത് മടങ്ങി വരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന എല്ലാ മെഡിസിനും, ഇതൊന്നും നമ്മൾ വലിയ ഞാൻ അഗൈൻ പറയുന്നത് വലിയ കാര്യങ്ങളാണ്, പക്ഷേ ഇത് നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളല്ല, നമുക്കൊന്നും ചെയ്യാനുള്ള കാര്യങ്ങളുമല്ല. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന എല്ലാ മെഡിസിൻ്റെയും ക്വാളിറ്റി 100% ഉറപ്പാകുന്നത് വരെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർക്ക് ജനറിക് മെഡിസിൻ മാത്രം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ല? അതൊരു ഫാക്റ്റാണ്. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇത്രയും പറയാൻ ധൈര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വായിക്കുന്നുണ്ട്, ഇന്നേ മെഡിസിൻ പിടിച്ചു, ഇന്നേ മെഡിസിൻ വിഡ്രോ ചെയ്തു, അന്നേ മെഡിസിൻ കൊടുക്കരുത്, അഡൾട്രേറ്റഡ് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നേരെ മറിച്ച് US സിസ്റ്റത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫാർമസിസ്റ്റാണ്. ഇല്ല, അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എ ഡോക്ടർ ക്യാൻ പ്രിസ്ക്രൈബ് എ ബ്രാൻഡ്. ഫോർ എക്സാമ്പിൾ ഡോക്ടർ ഒരു ആൻറ്റിബയോട്ടിക് എഴുതാണ്, ഡോക്ടർക്ക് ഓഗ്മെൻറ്റിൻ എഴുതാം. ഓക്കെ, പക്ഷേ അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ അമോക്സിലിൻ പ്ലസ് ക്ലാവലിനിക് ആസിഡ് എന്ന് എഴുതണം. യു ക്യാൻ എഴുതണം, അല്ലേ? അതിൻ്റെ ഓരോന്നിൻ്റെ എഴുതണം. ഓക്കെ, നിങ്ങൾ ബ്രാൻഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, പക്ഷേ നിങ്ങൾ സജസ്റ്റ് ചെയ്ത ബ്രാൻഡിൻ്റെ ഏതാണ് ജനറിക് എന്നും കൂടി അങ്ങനെ എഴുതുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പോൾ കാലിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് അങ്ങനെ എഴുതുന്ന വളരെ നല്ല പ്രവണതയാണ്, വളരെ നല്ല പ്രവണതയാണ്. എന്നുവെച്ചാൽ എല്ലാത്തിൻ്റെയും ജനറിക് എഴുതാനും പറ്റില്ല. നമ്മൾ ഇപ്പം ന്യൂറോബയാണ്, അതിൻ്റെ ജനറിക് എഴുതുകയെന്ന് വെച്ചാൽ പ്രാക്ടിക്കലല്ല, അതിൻ്റെ അകത്ത് 10-20 മൾട്ടിവൈറ്റമിൻ അങ്ങനെയൊക്കെ ഉള്ള ഗ്രേ ഏരിയാസ് ഉണ്ട് വേറെയും. ജനറലി ഇത് നല്ലൊരു പ്രവണതയാണ്. ഇങ്ങനെ ഡോക്ടർ ക്യാൻ പ്രിസ്ക്രൈബ് എ ബ്രാൻഡ്, പക്ഷെ താഴെ പിന്നെ സംഭവം എഴുതണം. ഈ ഒരവസ്ഥയിലാണ് ബഡ്ജറ്റ് ഫാർമ കെയറിൻ്റെ പ്രസക്തി. ഓക്കെ,
നമ്മുടെ ബോർഡിൽ നമ്മൾ വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റ് ഫാർമ കെയർ ജനറിക് മെഡിസിൻ സ്റ്റോർ. ഓക്കെ, നമ്മളോട് വരുന്ന എല്ലാ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഞങ്ങൾ വിൽക്കുന്നത് ജനറിക് മെഡിസിൻസ്, നമ്മൾ ജനറിക് മെഡിസിൻസ് ആണ്. ഡോക്ടർ എഴുതിയ ആ ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷേ അതേ മരുന്ന് അതേ കണ്ടൻറ്റ് അതേ സ്ട്രെങ്ത്തിൽ ഞങ്ങൾക്ക് തരും. അത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മുടെ ലൈഫ് അതാണ്. ഓക്കെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ല, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ എന്താ പറയുക, ഒരാൾ മരിച്ചാൽ എന്താ പറയുക, അയാളെ പണി തീർന്നെന്ന് അറിയില്ലേ. ഒരാളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നമ്മളെ പണിയാണിത്, നമ്മളെ ജോലിയാണിത്, മനസ്സിലായില്ലേ. നീതിപൂർവ്വം ചെയ്യും, അത് നമ്മൾ 101% നീതിപൂർവ്വം ചെയ്യും, അല്ലെങ്കിൽ നമ്മളിത് പൂട്ടും, മനസ്സിലായില്ലേ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമ്മളിത് പൂട്ടും, അത് വേറെ കാര്യം. എന്തായാലും അത് പൂട്ടാൻ ജനങ്ങൾ അനുവദിച്ചില്ല, പകരം വളരാനാണ് ജനങ്ങളൊരു വേർഡിക്റ്റ് തന്നത്. ജനങ്ങൾ മാത്രമല്ല കേട്ടോ, ഇപ്പം ഇത് പിന്നെ ഇതിലൊക്കെ നമ്മളെ ഫേസ്ബുക്ക് കമൻസിൽ ഒക്കെ കാണാം, ബഡ്ജറ്റ് ഫാർമ കെയർ കുറേ ഡോക്ടേഴ്സ് കൂടി തുടങ്ങിയാന്ന് കാണുന്നുണ്ടല്ലോ. ഡോക്ടേഴ്സ് ജനറിക് മെഡിസിന് എതിരാണല്ല, പിന്നെ എങ്ങനെയാണ് അത് രണ്ടും കൂട്ടുവെന്ന് ഒക്കെ തെറ്റാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് ഉണ്ട്, നമ്മളെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മളടുത്ത് മെഡിസിൻ വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, പേഷ്യൻസിന് അയക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ഈവൻ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്ന ഡോക്ടേഴ്സ്. നമ്മളവരെ പോയി കണ്ടിട്ടൊന്നുമല്ല, പേഷ്യൻസിൻ്റെ അടുത്ത് മെഡിസിൻ കണ്ടിട്ട് അവർ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്ന എഴുതുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു മെഡിസിൻ്റെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇൻസുലിന് നമ്മൾ മിനിമം 23% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഇൻസുലിൻ ഇപ്പം പാറ്റൻറ്റഡ് മെഡിസിനാണ്. ഓക്കെ, ഇൻസുലിൻ 23% കൊടുക്കുന്ന വേറെ ആൾക്കാർ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഇൻസുലിനൊക്കെ വെരി ഹൈ കോസ്റ്റ്ലി മെഡിസിനാണ്. അതൊക്കെ അത്രയും വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും. 7 വർഷം മുമ്പ് തുടങ്ങിയ ആ ഒരു ജൈത്രയാത്ര 7 വർഷങ്ങൾക്ക് പിന്നിട്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ. 19 എന്ന ഔട്ട്ലെറ്റ് പൂജ്യങ്ങൾ അപ്പുറത്തേക്ക് വന്ന് ഇനിയും ഔട്ട്ലെറ്റുകൾ കൂടട്ടെ. ഇന്ത്യക്കും അകത്തും പുറത്തുമൊക്കെ ഇനിയും സ്റ്റോറുകൾ വരട്ടെ. ഒരുപാട് പേർക്ക് ഈ 50,000 എന്നുള്ള ആ ഡാറ്റാ ബാങ്ക് അതിലും അപ്പുറത്തേക്ക് വളരട്ടെ. ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ടാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സൗഖ്യത്തിൻ്റെ ആശംസകൾ. അങ്ങയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കും ഞങ്ങൾ ഒരു ഹാറ്റ്സ് ഓഫ് തരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.